ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ ലക്നോ വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം നടക്കുന്ന ഏപ്രിൽ 19 കൃത്യം 7:30 നമ്മുടെ ലക്നോന്റെ ഹോം ഗ്രൗണ്ടായ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ടെലിഗ്രാം ഗ്രൂപ്പിലാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. സോ തീർച്ചയായിട്ടും നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലും ഒഫീഷ്യൽ ഗ്രൂപ്പിലും തീർച്ചയായിട്ടും കയറാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് കൃത്യം 7:30 തന്നെയാണ്. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഇത് ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. അതായത് ബാറ്റിംഗ് പ്ലസ് ബൗളിങ്ങിന് ഒരു ഈക്വൽ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു ഏക പിച്ചാണ് നമ്മുടെ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയം. ഈ ഒരു പിച്ചിനെ പറ്റി മറ്റ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ബാറ്റിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബൗളിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് കൂടുതൽ എഫിഷ്യൻസി കൊടുക്കുന്നത് ബാറ്റിങ്ങിന് തന്നെയാണ്. സോ കൂടുതൽ ബാറ്റിംഗ് ഓറിയന്റഡ് ആയിട്ടൊരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമിനെക്കാൾ നമുക്ക് ഈ റീസെന്റ് ആയിട്ടാണ് ഒരു മത്സരം നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയ ഒരു പിച്ചിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു പിച്ചിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ. എസ്പെഷ്യലി നമ്മുടെ ലക്നോന്റെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് ലക്നോത്തെ ചില പ്ലെയേഴ്സിന് അവരുടേതായ ചെറിയ പ്രയോറിറ്റികളും അതുപോലെ തന്നെ അവിടെ നല്ല റെക്കോർഡ്സ് ഉള്ളതുകൊണ്ട് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും റീസെന്റ് ആയിട്ടുള്ള കുറച്ച് പെർഫോമൻസ് വൈസ് തന്നെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നെറ്റ് ചതിച്ചു. ഓഹോ, നെറ്റ് വന്നല്ലോ. വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് റിസൾട്ടിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ റീസെൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമുക്കിവിടെ നോക്കാം. അത് കണ്ടില്ലേ, ഇതാ നമ്മുടെ ലക്നോ വേഴ്സസ് ഡൽഹി തമ്മിൽ നടന്ന ഒരു മത്സരമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തെ പറ്റി നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തത് നമ്മുടെ LST ആയിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് 167 റൺസിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ. ഇതിൽ മിഡിൽ ഓപ്പണിംഗ് ഇറങ്ങിയ ഒരു ബാറ്റ്സ്മാനും പിന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനുമാണ് അത്യാവശ്യം റൺസ് ഇവിടെ സ്കോർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ വിക്കറ്റ് ടേക്കിംഗ് നോക്കുമ്പോൾ 3 വിക്കറ്റ് കുൽദീപ് യാദവ്, അതുപോലെ തന്നെ 1 വിക്കറ്റ് മുകേഷ് കുമാർ, 1 വിക്കറ്റ് ഇഷാന്ത് ശർമ്മ, 2 വിക്കറ്റ് ഖലീൽ അഹമ്മദ്. ടോട്ടലി നോക്കുന്ന സമയത്ത് 4 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സും 3 വിക്കറ്റ് സ്പിന്നേഴ്സും ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ നവീൻ 1 വിക്കറ്റ്, അതുപോലെ തന്നെ യാഷ് താക്കൂർ 1 വിക്കറ്റ്. അപ്പോൾ 4-2 6 ഇവിടെ 5, അതായത് 6 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ്, 5 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് അവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഇന്നിങ്സ് ആണ് വിൻ ചെയ്തത്. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ തന്നെയാണ് അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത്. 1 ഡൗൺ 2 ഡൗൺ ആയിട്ട് ഇറങ്ങിയ ബാറ്റ്സ്മാൻമാർ അത്യാവശ്യം റൺസ് സ്കോർ ചെയ്ത് ഈസി ആയിട്ട് വിൻ ആവുകയായിരുന്നു ചെയ്തത്. അതായത് ഈ ഒരു പിച്ചിനെ പറ്റി ഓവറോൾ പറയുന്ന സമയത്ത് സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് വിൻ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് കുറച്ച് ഹാർഡാണ്, ബട്ട് സെക്കൻഡ് ബാറ്റിംഗ് ഈസി ആയിട്ട് വിൻ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ബൗളിങ്ങിൽ സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബൗളേഴ്സിനും ഈക്വൽ അഡ്വാൻറ്റേജ് അല്ല, കുറച്ചുകൂടെ സപ്പോർട്ട് ലാസ്റ്റ് നടന്ന ഒരു മത്സരം വെച്ച് നോക്കുമ്പോൾ സ്പിന്നേഴ്സിനും അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു 50-50 എന്നുള്ള ഒരു രീതിക്ക് തന്നെ നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. അതായത് നമ്മളൊരു ടീമിൽ നിന്ന് ഒരു 2 ഫാസ്റ്റ് ബൗളേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഒരു മെയിൻ സ്പിന്നറിനെ തീർച്ചയായിട്ടും നിങ്ങൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഓൾറൗണ്ടറിൽ എന്തായാലും ഒരു സ്പിന്നർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ടോസ് ചൂസ് ചെയ്ത് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം ബാറ്റിംഗ് ഫസ്റ്റ് 6 പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട്. 10 മത്സരത്തിൽ 6 മത്സരം ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീമാണ് വിൻ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ LST വേഴ്സസ് CSK തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് 3 മത്സരമാണ് ഇതുവരെ നമ്മുടെ LST വേഴ്സസ് CSK തമ്മിൽ കളിച്ചത്. ഈ 3 എണ്ണത്തിൽ 1 എണ്ണം LSTയും 1 എണ്ണം CSKയും 1 എണ്ണം നോ റിസൾട്ടും ആണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. വെതർ റിപ്പോർട്ടിനെ പറ്റി നോക്കുന്ന സമയത്ത് 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ലക്നോത്തെ താപനില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയിൻ പോസിബിലിറ്റീസ് 10% ആണ്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോർ 157 റൺസും ഫാസ്റ്റ് ബോളേഴ്സ് 171 വിക്കറ്റ്സും സ്പിന്നേഴ്സ് 52 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. 52. അപ്പോൾ അത്യാവശ്യം സ്പിന്നേഴ്സിനും ഫസ്റ്റ് ബോളേഴ്സിനൊക്കെ നല്ല വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന കിഡിൽ ആപ്ലിക്കേഷൻസ് ആണ് എല്ലാം. അത് തന്നെ പറയാനുള്ളത് നമ്മുടെ കുബേര ഫാന്റസിയാണ്. ഈ ഒരു കുബേര ഫാന്റസി പറ്റി എടുത്ത് പറയുന്ന സമയത്ത് നമ്മൾ ഡ്രീം 11 പോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. ഡ്രീം 11 എൻട്രി ഫീസ് കുറവായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റുക. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. കണ്ടില്ലേ, 299 രൂപയ്ക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വേറെ 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും.
ഏകദേശം ഒരു 39 രൂപ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. സോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റ്, ഈ ഒരു കോൺടെസ്റ്റ് മാത്രമേ ഞാൻ എടുത്ത് പറഞ്ഞു, ഇതുപോലെ ഒരുപാട് തരം കോൺടെസ്റ്റുകൾ ഈ എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മുടെ കുബേര ഫാന്റസി ഉള്ളത്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുകൂടാതെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂ ഓപ്ഷൻ എന്ന് വെച്ചാൽ 5 പ്ലേയേഴ്സിന്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ഈസി ആയിട്ട് വിനാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സംഭവം. നമ്മുടെ രോഹിത് ശർമ്മ, സാം കറൻ, അതുപോലെ തന്നെ റബാഡ, ജാസ്പ്രീത് ബുംറ, ഇഷാൻ കിഷൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഒരാളെ പിക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് മുന്നോട്ട് പോകാം. കണ്ടില്ല, ഇപ്പോൾ സാം കറിനെ നമ്മുടെ ഒപ്പണന്റ് സാം കറിനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബൂംറയെ പിക്ക് ചെയ്യാം. ഓക്കെ, ബൂംറയെ പിക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സാം കറിനെക്കാട്ടിലും കൂടുതൽ പോയിട്ട് നമ്മൾ പിക്ക് ചെയ്ത ബൂംറയാണ് എടുത്തത് വെച്ചാൽ ഈസി ആയിട്ട് വിന്നാം. അങ്ങനെ സിമ്പിളായിട്ട് വിന്നാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുബേര ഫാന്റസി. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചോയ്സിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യണമെങ്കിൽ ഇതും ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഗിയേഴ്സ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ലോഗൗട്ട് ആയിട്ടുണ്ട്, ലോഗിൻ ചെയ്തോളാം. അതുപോലെ തന്നെ നമ്മൾ വിഷൻ 11 പറ്റി പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ബിക്കോസ് ഡെയിലി 50,000 രൂപയ്ക്ക് ഒരു ഗിവ് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 0 rupees ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5,000 രൂപ കിട്ടും. അതായത് നിങ്ങൾ 1 രൂപ കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ ജോയിൻ ചെയ്താൽ മതി ഒരു ടീം തൊട്ടിട്ട്. അതിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ 5,000 രൂപയാണ് കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. നമ്മൾ ഡ്രീം 11 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് എൻട്രി ഫീസും കുറവാണ്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകളും ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വിന്നാവാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തരം വെറൈറ്റി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടില്ലേ 0 rupees ജോയിൻ ചെയ്ത് കണ്ടില്ലേ. ഇതിൽ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് വിന്നാൻ പറ്റും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സ് ഇതുവരെ ട്രൈ ചെയ്യാം. ബാറ്റ് ബോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെറുതെ പ്രമോഷൻ പറഞ്ഞ് എനിക്കും അടുത്ത് എനിക്കറിയാം, പക്ഷെ ഇതിൻ്റെ ജോലിയുടെ ഭാഗമായിപ്പോയി. എനിക്ക് പറയാനേ താല്പര്യമില്ല പ്രമോഷൻ, പക്ഷെ അത് പറയണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. പ്രോബബിലി പ്ലേയിങ്ങിലൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്നോ സൂപ്പർ കിങ്സിലാണ് ഈ ഡീകോ, KL രാഹുൽ, അതുപോലെ തന്നെ ദീപക് ഹൂഡ, ആയുഷ് ബദോനി, മാർക്കസ് ടോണിസ്, അതുപോലെ തന്നെ നിക്കോളാസ് പൂറൻ, അതുപോലെ ക്രണോൾ പാണ്ഡെ, രവി ബിഷ്ണോയ്, മൊഷൈൻ ഖാൻ, ദെൻ ഷാമർ ജോസഫ്, അതുപോലെ തന്നെ യാഷ് താക്കൂർ, ഇത്രയും പേരാണ് നമ്മുടെ ലക്നോ സൂപ്പർ കിങ്സിലുള്ളത്. ഇതിൽ അർഷാദ് ഖാൻ ഇപ്പോൾ ഡീകോക്കിന് വരാൻ അർഷാദ് ഖാൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അർഷാദ് ഖാൻ വരാൻ ഡീകോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സച്ചിൻ രവീന്ദ്ര, ഋതുരാജ് ഗെയ്ക്വാഡ്, അതുപോലെ തന്നെ അജിൻക്യ രഹാനെ, നമ്മുടെ ഡാരൻ മിച്ചൽ, ശിവാൻ ദുബെ, രവീന്ദ്ര ജഡേജ, സമീർ റിസ്വി, അതുപോലെ തന്നെ MS ധോണി. ഇവനൊക്കെ എന്തിനാ ഇറങ്ങുന്നത് ഈ സമീർ റിസ്വി ഒക്കെ. അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ, തുഷാർ ദേശ്പാണ്ഡെ, പിന്നെ മുസ്തഫിക്കുർ റഹ്മാൻ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ മദീഷ പതിരാന വരാൻ ചാൻസ് ഉണ്ട്. ശിവാൻ ദുബെയുടെ സ്ഥാനത്തോട്ട് മദീഷ പതിരാനാണ് വരിക. ഇതിൽ മസ്റ്റ് പിക്ക് ആയിട്ട് ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ KL രാഹുൽ, ഋതുരാജ് ഗെയ്ക്വാഡ് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്ലെയേഴ്സാണ്. അതുപോലെ തന്നെ കീ പ്ലെയേഴ്സായിട്ട് നമ്മുടെ രവി ബിഷ്ണോയ്, KL രാഹുൽ, ഋതുരാജ് ഗെയ്ക്വാഡ്, പത്തിരാന, തീർച്ചയായിട്ടും ഇവരെയൊക്കെ എന്തായാലും നിങ്ങൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിലിനി ടോപ്പ് പിക്കേഴ്സ് ആയിട്ടുള്ള ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയാൻ പോകുന്നത്. ടോപ്പ് പിക്കേഴ്സ് ബാറ്റിങ്ങിൽ നോക്കിയാൽ നിക്കോളാസ് പൂറൻ ഈസ് എ ലീഡിംഗ് റൺ സ്കോറർ ഫ്രം LST. 222 റൺസാണ്, 223 റൺസാണ് 6 മത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് കരസ്ഥമാക്കിയത് നമ്മുടെ LSTക്ക് വേണ്ടി. ഇതൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഗ്യാസ്. നീ 2 ദിവസമായിട്ട് എൻ്റെ വീഡിയോസ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടത്തെ ഒരു എനർജിയിലല്ലല്ലോ പറയുന്നത്. അതിൽ സ്ട്രൈക്ക് റേറ്റ് 161 റൺസാണ്, റൺസല്ല സ്ട്രൈക്ക് റേറ്റ് 223 റൺസ് 6 മത്സരത്തിൽ നിന്ന് എടുത്ത സ്ട്രൈക്ക് റേറ്റ് 161 അദ്ദേഹത്തിന്. ഈ ഒരു സീസണിൽ അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ലാസ്റ്റ് 4 ഫാൻറ്റസി പോയിന്റ്സ് എടുത്ത് നോക്കിയാൽ 65, 10, 56, 105 പോയിന്റ്സ് ഒക്കെ വേണ്ടി നേടിക്കൊടുത്തതിൻ്റെ ഫാൻറ്റസി പോയിന്റ്സ്. ഓക്കെ, ലാസ്റ്റ് ഒരു മത്സരം അദ്ദേഹം അഗെയിൻ സ്കോർഡ് 18 ബോൾ 32 റൺസ് എടുത്തിട്ടുണ്ട് അഗെയിൻസ്റ്റ് CSK ആയിട്ട് കഴിഞ്ഞൊരു സീസണിൽ കളിച്ചപ്പോൾ. അതുപോലെ തന്നെ ശിവാൻ ദുബെ പറ്റി പറയുന്ന സമയത്ത് ഈ ലീഡിംഗ് റൺ സ്കോറർ ഫ്രം CSK ആണ്. 242 റൺസ് 6 മത്സരത്തിൽ നിന്ന് 163 റൺസാണ് 163 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. അതുപോലെ തന്നെ 60 റൺസ് ആവറേജ് 60 റൺസാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാച്ചിലുള്ളത്. അതുപോലെ തന്നെ ഋതുരാജ് ഗെയ്ക്വാഡാണ് അടുത്തായിട്ടുള്ളത്. കോൺഫിഡൻറ്റ് ബാറ്റ്സ്മാൻ ആണ്. അതുപോലെ തന്നെ ഇതുവരെ 6 മത്സരത്തിൽ നിന്ന് 224 റൺസ് നേടിക്കൊടുത്തിട്ടുണ്ട്. 130 സ്ട്രൈക്ക് റേറ്റ്. ലാസ്റ്റ് 3 മത്സരങ്ങളിൽ ഡ്രീം ടീം പോയിന്റ്സിൽ 102, 85, 35 പോയിന്റ്സ് ഒക്കെ നല്ലോണം നേടിക്കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ബൗളേഴ്സ് നോക്കുമ്പോൾ മദീഷ പത്തിരാന, പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത് 4 വിക്കറ്റ്സ് ആണ് അഗെയിൻസ്റ്റ് ലാസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് അദ്ദേഹം എടുത്തത്. ഓക്കെ,
അതുപോലെ തന്നെ 10,000 വിക്കറ്റ് ഇംപ്രസീവ് അഗ്രഷൻ. ഓക്കെ, കാരണം 3 മത്സരത്തിൽ നിന്ന് 8 മത്സരമാണ് അദ്ദേഹം നേടിക്കൊടുത്തത്, 8 വിക്കറ്റ്സാണ് നേടിക്കൊടുത്തത് നമ്മുടെ CSKക്ക് വേണ്ടി. അതുപോലെ തന്നെ മുസ്തഫിക്കുർ റഹ്മാൻ, അനദർ ശ്രീലങ്കൻ, വേറൊരു ശ്രീലങ്കൻ പ്ലെയറാണ് അല്ലല്ല, ആരും ആയിക്കോട്ടെ, അനദർ ശ്രീലങ്കൻ പേസറാണ്, ശരി ആരെന്തോ ആയിക്കോട്ടെ, അനദർ ശ്രീലങ്കൻ പേസർ CSK ടോപ്പ് സീസൺ. കഴിഞ്ഞ 5 മത്സരത്തിൽ നിന്ന് 10 വിക്കറ്റാണ് നമ്മുടെ CSKക്ക് വേണ്ടി നേടിക്കൊടുത്തത്. അതുപോലെ തന്നെ യാഷ് താക്കൂർ, നമ്മുടെ LSGയുടെ ഒരു കിടിലം ബോളറാണ്. 5 വിക്കറ്റാണ് അഗെയിൻസ്റ്റ് നമ്മുടെ GT ആയിട്ട് കഴിഞ്ഞ മത്സരം എടുത്തത്. അദ്ദേഹം ആകെ കുറച്ച് മത്സരങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ, 5 മത്സരം ഇറങ്ങിയുള്ളൂ, 7 വിക്കറ്റ്സാണ് അദ്ദേഹം നേടിയത്. അതിലൊരു മത്സരം തന്നെ 5 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ സേഫ് ക്യാപ്റ്റൻ VC ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ ശിവാൻ ദുബെ, രവീന്ദ്ര ജഡേജ ഇവരെയൊക്കെ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ്റ്റൻസി ആണെങ്കിൽ നമ്മുടെ ശിവാൻ ദുബെ ആൻഡ് രവീന്ദ്ര ജഡേജ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ആണെങ്കിൽ KL രാഹുൽ, മാർക്കസ് സ്റ്റോണിസ് ഇവരൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഇതിൽ നിങ്ങൾ തീർച്ചയായിട്ടും 2 പ്ലെയേഴ്സിനെ ഒഴിവാക്കണം. ഒന്നാമത് ദീപകൂട, വെറുതെയാണ് കഴിഞ്ഞ മത്സരമൊക്കെ ഇറങ്ങിയിട്ട് വെറും വേസ്റ്റാണ്. കഴിഞ്ഞ മത്സരം ആകെ 44 റൺസ് എടുത്തുള്ളൂ, 14 റൺസാണ് ആവറേജ്. ഈ ഒരു സീസണിൽ അദ്ദേഹം ഭയങ്കര ഫ്ലോപ്പാണ്. ഫാൻറ്റസി ടീംസിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും എൻ്റെ ബെറ്റർ ഓപ്ഷൻ. അതുപോലെ തന്നെ സമീർ റസി 8 കോടി എങ്ങാണ്ടോ കൊടുത്ത് നമ്മളെ CSK മേടിച്ചത്, എന്തിനാ? ഹീസ് എ പാർട്ട് ഓഫ് ഡ്രീം ടീം. ഓക്കെ, ഇതുവരെ ഏതൊരു മത്സരത്തിന് ഡ്രീം ടീമിൽ അദ്ദേഹം കയറിയിട്ടില്ല. അതുപോലെ തന്നെ ആകെ 5 മത്സരത്തിൽ നിന്നും 14 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. വെറുതെയാണ്, ചുമ്മാ ഒരു കോൺഫിഡൻസും ഇല്ല. അദ്ദേഹം ഇറങ്ങുന്നില്ല, ധോണിയൊക്കെ ഇറങ്ങി അവസാനം ഇറങ്ങുന്നത്. വെറും ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞ ബാറ്റിങ്ങിൻ്റെ ലിസ്റ്റിൽ കൊണ്ട് ഇട്ടിരിക്കുക. ഇത്രയല്ല എനിക്ക് അവമാനിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എന്തായാലും LSG വേഴ്സസ് നമ്മുടെ CSK ഉള്ള ഒരു പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെറ്റ് കുറച്ച് ശോകമാണ് ഗൈസ്. ശോകമൊന്നുമല്ല, വൈഫൈ ചതിച്ചതാ. ചില സമയത്ത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം ഈ വൈഫൈ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ലാഗ് കാണിക്കും. ഞാൻ തരൂല നെറ്റ് തരൂല എന്ന് പറഞ്ഞിട്ട്. അല്ലാത്ത സമയമൊക്കെ ഇവിടെ എത്ര പെട്ടെന്ന് ഒരു സിനിമ കയറുന്നതെന്നറിയാം. കൺട്രി ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും IPL ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് വേറെ ടീമുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം IPL ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് പണ്ടേ മനസ്സിലായതാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ IPL എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി അതുമില്ല. ഡൗൺ ആണ്. IPL ട്രൈ ചെയ്യേണ്ട, ലോസ് ആവും. യാഷ് താക്കൂർ, മുസ്തഫിക്കുർ റഹ്മാൻ, പതിരാന 3 ആളെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിഷ്ണോയെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യട്ടെ ഈ ഒരു ടീമിൽ. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, മാർക്കസ് സ്റ്റോണിസ്, ശിവാൻ ദുബെ, ഗെയ്ക്വാഡ്, രച്ചിൻ രവീന്ദ്ര 3 ആളും. പിന്നെ അതുപോലെ തന്നെ നിക്കോളസ് പൂർണ്ണ, ഡീകോക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾ നമ്മുടെ രച്ചിൻ രവീന്ദ്ര ആരെങ്കിലും മാറ്റിയിട്ട് വേണം നിങ്ങൾ ഡീകോക്കിനെ ഇടാൻ. നമുക്ക് ബാറ്റിംഗ് ഒന്ന് സ്ട്രോങ് ആയാൽ നോക്കാം ഈ ടീമിലും. ഓക്കെ, ഈ ടീമിൽ ഇപ്പോൾ ഈക്വലാണ് ബാറ്റിംഗ് ഓപ്ഷൻ നോക്കുന്ന സമയത്ത്. നമുക്ക് എന്തായാലും ഡീകോക്കിനെ എടുക്കാം. കാരണം അവിടെയായിരിക്കും കൂടുതൽ വിക്കറ്റ് ഫോളോ ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചൂസ് ചെയ്തത്. ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇവിടെ പോയിരിക്കുന്നത് നമ്മുടെ ഡീകോക്കല്ല, നമ്മുടെ ശിവാൻ ദുബെ, ഗെയ്ക്വാഡിനൊക്കെയാണ്. അപ്പം ഞാൻ എന്തായാലും തൽക്കാലം ഇപ്പം നമ്മുടെ ഡീകോക്കിനെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും നമ്മുടെ ഗെയ്ക്വാഡിനെയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു ടീം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഡീകോക്ക് KL രാഹുൽ, നിക്കോളസ് പൂർണ്ണ, ശിവാൻ ദുബെ, ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോണിസ്, മുസ്തഫിക്കുർ റഹ്മാൻ, യാഷ് താക്കൂർ, രവി ബിഷ്ണോയും, മദീഷ പതിരാൻ. ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.